ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നഫൽ ഫ്രം മൈ ഫിഷ്. ഞാൻ ഇതുപോലുള്ള നമ്മൾ ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള ആക്സസറീസ് ഇടുമ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഇടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിതൊരു സിമ്പിളായിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആ ഒരു മേക്കിംഗ് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ നമ്മൾ ഐഡിയാസ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇതുപോലുള്ള മെറ്റൽ എടുത്തിട്ടുണ്ട്. അത് സ്റ്റീൽ, ഗോൾഡ്, ബ്ലാക്ക് കളറൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഓർഗൻസ റിബണും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതില്ലെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു റോളിൽ നിന്ന്. ഇതെടുത്ത് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതുപോലെ ആ പാക്കറ്റിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങൾ ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ സിമ്പിളായിട്ട് ആ വയറ് മാത്രം ഉണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ ആ ഒരു ബേസ് ആദ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റായിലേക്ക് നമ്മൾ ഇതുപോലെ ഓർഗൻസ റിബണ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളതിന് B7000 ഗമ്മും കൂടെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയാസ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പാറ്റേണിലും സ്റ്റൈലിലും ഒക്കെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൂടുതൽ ചെയ്തൽ. ഈ ഒരു ടൈപ്പിലാണ് ചെയ്യൽ. നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു മെറ്റൽ വയർ മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ റിബൺ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഈ ഒരു റിബൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതുപോലെ നമ്മൾ ഈ ഒരു വയറിലേക്ക്, അപ്പോൾ ഈ വയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ ഈ വയറിൻ്റെ സൈസ് 0.4 mm ആണ് കേട്ടോ. അതിന് നമുക്ക് ഗോൾഡ്, സിൽവർ, എല്ലാ മെറ്റൽ എല്ലാ ഷെയ്ഡും അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീഡ്സ്, സ്റ്റോൺസ്, ക്രിസ്റ്റൽസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഐഡിയാസ് അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് റെഫറൻസ് പിക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബീഡ്സും ക്രിസ്റ്റൽസൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടോ നമ്മളൊന്ന് ആ ഒരു ബീഡ്സിനുള്ളിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട്, കാരണം ഞാനിപ്പോൾ ചെയ്യുന്നതിൽ ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചില ഭാഗത്ത് മാത്രമേ ഈ ഒരു സംഭവം കൊടുക്കുന്നുള്ളൂ. ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സാണ് കൂടുതൽ വരുന്നത്. ഫ്ലവേഴ്സ് ബേസ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസും ബേസ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മളൊരു കമ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കൈ കൊണ്ട് ചെയ്താലും മതിയാവും. നമുക്ക് അതിന് ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ ടൂൾസ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന ടൂൾസ് ഉണ്ടല്ലോ ഇതുപോലത്തെ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത്, എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ചെറിയ പൈസൻ്റെ സാധനങ്ങളാണ്. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള സാധനത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, പ്ലെയറിനെ കൊണ്ടൊക്കെ. അപ്പം ഇതുണ്ടെങ്കിൽ ഇതിനെക്കൊണ്ട് വേഗം എളുപ്പത്തിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പേൾ ഇട്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അതിൽ തന്നെ എല്ലാ പേൾസും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതുണ്ടാവും. അപ്പം ഇതുപോലെ ചെറുതും വലുതും ഡിഫറെൻറ്റ് സൈസിലുള്ളതും ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതൊക്കെ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി വരിക. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെ ഐഡിയാസും ഇതൊക്കെ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് റെയിൻബോ ഷെയ്ഡിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു ഷൈനിങ് വരുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ വെച്ചാൽ. അപ്പം ഇതിൽ തന്നെ നമ്മളൊരു ഡിഫറെൻറ്റ് സൈസിലുള്ളത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല ഇതെല്ലാം നമുക്ക് ആ ഒരു നമ്മൾ ത്രെഡ് ഹൗസിലൊക്കെ അവൈലബിൾ ആണ്. ബീഡ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മളൊരു വയറൊക്കെ ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസിലുള്ള സംഭവം കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു സാധനമാണ് ഇഷ്ടം, കാരണം ഈ ഒരു വയറാണ് ഇഷ്ടം. നമുക്ക് ട്വിസ്റ്റ് ചെയ്യാനും മേക്ക് ചെയ്യാനൊക്കെ ഈസിയാണിത്. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ ലൂസായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോളിഷ് നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ ഈ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുത്തുണ്ട്. ഗോൾഡ് കളറ്, സിൽവർ കളറൊക്കെ ആയാലും ആ ഒരു സംഭവം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് പോലത്തെ സംഭവം നമ്മൾ കയ്യിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
കറക്റ്റ് നമുക്ക് വേഗം ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇതിൽ നമുക്ക് ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ ഇതുപോലെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങാറുള്ളത്. നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലും സൈസിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ബട്ടർഫ്ലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്ലവേഴ്സും കൂടെ ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഒന്ന് അടിയിലേക്കും കൂടെ ഒരു ക്യാൻവാസ് പേപ്പറോ അല്ലെങ്കിൽ സെയിം ഫ്ലവേഴ്സോ അതിൻ്റെ അടിയിലേക്കും കൂടെ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ലീഫ് ഉണ്ടാവും. നമ്മളെ കസ്റ്റമറിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ സാധനം ഇതായിപ്പോവും. നമുക്ക് കുറച്ചും കൂടി ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് മേക്ക് ചെയ്യാം. നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ആയിട്ടുള്ള രീതിയിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.